അതൊരു നിർണായകമായിട്ടുള്ള നീക്കം കൂടിയാണ്. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിൽ ഇതിനു മുൻപും പല ആളുകളിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അറസ്റ്റിലേക്കും ആ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യലിലൂടെ SITക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലേക്കാണ് വീണ്ടും എത്തുന്നത്. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, പലതവണ ഇതുമായി ഒരു ബന്ധവുമില്ല, ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ ആ വീട്ടിൽ SIT എത്തുകയാണ്. എപ്പോഴാണ് സംഘം എത്തുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് വീട്ടിൽ നിന്ന് ശേഖരിക്കാനുള്ളത്? ധന്യ, ഏതായാലും ഉച്ചയോടുകൂടി SIT സംഘം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SIT സംഘം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വീട്ടിൽ ഇപ്പോൾ തന്ത്രിയുടെ കുടുംബം മാത്രമാണ് ഉള്ളത്. ബാക്കി ആരും തന്നെ പുറത്തുനിന്നുള്ള ആരുമില്ല. ഏതായാലും SIT ഉച്ചയോടുകൂടി എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെയാണ് ഈ തന്ത്രിയെ കണ്ട രാജീവരെ ഇന്നലെയാണ് SIT സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്നത്. അങ്ങനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുപോകാൻ, അതായത് ഈ സ്വർണ്ണം പൂശുന്നതിനായി പുറത്തു കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ അദ്ദേഹം നേരത്തെ തന്നെ വാദിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഈ തന്ത്രി വാദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും ഈ തന്ത്രിക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് SIT ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നതും ചോദ്യം ചെയ്യുന്നതുമൊക്കെ തന്നെ ചെയ്യുന്നത്. ഏതായാലും SIT ഇന്ന് ഉച്ചയോടുകൂടി ഈ ഒരു തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ധന്യ. സുനിൽ ഐസക് വീണ്ടും ചേരുന്നുണ്ട്. സുനിൽ, ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ഇതിൽ എന്തൊക്കെ ഇടപാടുകൾ നടന്നു എന്നതുൾപ്പെടെയാണ്. ഇപ്പം സർക്കാരിന് നേരിട്ടിപ്പം ദേവസ്വം വകുപ്പ് പോലെ അത്തരത്തിൽ ഒരു പ്രതിഫലം നൽകി പോരുന്ന ഒരാളല്ല തന്ത്രി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിലെ ഉത്തരവാദിത്വം ദേവസ്വത്തിനെ പോലെ തന്നെ തന്ത്രിക്കുമുണ്ട് എന്നിരിക്കെയാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി എന്നതുൾപ്പെടെയുള്ള നിരവധി കുറ്റങ്ങൾ SIT കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം ബന്ധം ഇയാൾക്കുണ്ട്, എത്രാമത്തെ പ്രതിയാകും എന്നൊക്കെയുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ സാമ്പത്തിക ഇടപാട് അതെങ്ങനെ നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ, രേഖകളൊക്കെ SITക്ക് കിട്ടിയിട്ടുണ്ടോ? അതിൽ മറ്റാർക്കെങ്കിലും, പുറത്തു നിന്നുള്ള ആർക്കെങ്കിലും പങ്കുണ്ട്? ഇപ്പോൾ അറസ്റ്റിലായവരല്ലാതെ മറ്റാരിലേക്കെങ്കിലും SIT നീങ്ങുന്നതായിട്ടുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? തന്നെ തന്ത്രിക്ക് ഇതിൽ സാമ്പത്തികമായി ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഘട്ടത്തിലാണ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ സ്വർണ്ണപ്പാളി പുറത്തേക്ക് പോവുകയും അത് പുറത്തേക്ക് കടത്തിക്കൊണ്ടു പോവുകയും അടക്കമുള്ള കാര്യങ്ങൾ, ഇത് വിൽപ്പന നടത്തിയ അടക്കമുള്ള കാര്യങ്ങളിൽ തന്ത്രിക്ക് അറിവുണ്ടായിരുന്നു എന്ന വിവരമാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ആ തന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ്, അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ പുറത്തുപോയത്, വിൽപ്പന നടത്തിയത് എന്ന് SIT കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ താഴ്മൺ കുടുംബത്തിലേക്ക് പോലീസ്, SITയുടെ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്ന ഒരു ഘട്ടം കൂടി എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരുപക്ഷെ നമുക്കറിയാം, ഒരു താന്ത്രിക ഒരു ശബരിമലയുടെ ഒരു പഴയ പരമ്പരാഗത കൺസെപ്റ്റൊക്കെ അനുസരിച്ച് താഴ്മൺ കുടുംബം എന്ന് പറയുന്നത് വലിയ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വൈകാരികമായ ഒരിടം കൂടിയാണ്. അല്ലെങ്കിൽ അവരുടെ ഭക്തരെ സംബന്ധിച്ചോട് അത്തരമൊരിടമാണ്. സ്വാഭാവികമായും ആ കുടുംബത്തിലേക്ക് പരമ്പരാഗതമായി എത്രയോ പതിറ്റാണ്ടുകളായി ശബരിമലയിലെ താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലേക്ക് ഒടുവിൽ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു എന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് എത്തുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി വേണം നമുക്ക് ഇതിനൊപ്പം ചേർത്ത് വായിക്കാൻ. എന്തായാലും SIT അവിടെ എത്തി കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. നേരത്തെ അവിടെ നിന്ന് കൊടിമരത്തിന്റെ മുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ശില്പം, അതായത് കുതിരയുടെ ശില്പം അവിടെ നിന്ന് നേരത്തെ പോയതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അത് പക്ഷേ തനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന നിലപാടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ കണ്ഠരര് രാജീവർ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ നേരത്തെയും ചില ആരോപണങ്ങൾ ശബരിമലയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതരമായ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക്, ആരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. അത് പല തരത്തിലുണ്ട്. അത് അവിടുത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണോ പാളിച്ച സംഭവിച്ചിരിക്കുന്നത്? അതല്ല, ഈ നിയമപരമായി തന്നെ, നിയമവിരുദ്ധമായി തന്നെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തൽ കൂടി SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ശബരിമലയിൽ സംബന്ധിച്ച് അവിടുത്തെ താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും ചെയ്യേണ്ടതിലുമൊക്കെ തന്ത്രിക്ക് വളരെ നിർണായകമായ പങ്കുണ്ട്. അതിനപ്പുറത്തേക്ക് അത് എത്രത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളുടെ പരിധിയിൽ പെടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് നിയമവിരുദ്ധമായി എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചതിൽ കൃത്യമായി
പങ്ക്, വളരെ കൃത്യമായ പങ്ക് തന്ത്രിക്കുണ്ട്. തന്ത്രിയുടെ അറിവോടുകൂടിയാണ് അത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നതിന് വ്യക്തമായ തെളിവ് SITക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, അതിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോവേണ്ടതുണ്ട്. അത്തരം അന്വേഷണങ്ങളൊക്കെയാണ്, അത്തരം അന്വേഷണങ്ങളാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്.